വരിക്കച്ചക്കന്നെ തുളക്കണക്കിന് തൊടുത്തൊടുത്തൊരു ചങ്ങായി തൊടുത്തൊടുത്തൊരു ചങ്ങായി. സുഹൃത്തുക്കളെ കണ്ടില്ലേ, ഈ വർഷത്തെ ചക്കയെത്തി. മാഷാ അല്ലാഹ്. നമ്മളെ സിദ്ദിഖ് ഭായി എല്ലാം അതിനെ ഭാഗം ചെയ്തെന്നൊക്കെ വൃത്തിയാക്കിയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നൊരു കഴിവത് വേറെ തന്നെയാണ്. വാവ്, എക്സലൻറ്റ്. എന്തോ ഒരു ടേസ്റ്റുള്ള ചക്ക. എനിക്ക് തോന്നുന്നു ഈ വർഷത്തെ ലാസ്റ്റത്തെ ചക്ക ആവാം. മഴ കാരണം ചക്കൻ്റെ മധുരമെല്ലാം പോയിട്ടുണ്ടാകും. അങ്ങനെ ഷാർജ റോളയിലേക്കും നല്ല വെരിക്ക ചക്ക. ടേസ്റ്റ് ഉണ്ടോ സിദ്ദിഖ് ഭായി? എങ്ങനെയുണ്ട്? സൂപ്പർ അല്ലേ? ആ, നല്ല രസമുണ്ട്. നമുക്കിവിടെ പുറത്തുനിന്ന് സൂപ്പർ മാർക്കറ്റിൽ നിന്നെല്ലാം വാങ്ങിക്കുന്നുണ്ടെങ്കിൽ ഏകദേശം 50-60 ദിർഹംസ് ഒക്കെ കൊടുക്കണ്ടേ അല്ലേ? നാട്ടിൽ നിന്ന് ഫ്രഷ്. ഇതിന് മഴയൊന്നും കൊണ്ടിട്ടില്ല കേട്ടോ. എന്തൊരു ടേസ്റ്റ്. അങ്ങനെ ഞങ്ങൾ ബാച്ചിലർക്ക് ഒരു നല്ലൊരു സന്തോഷ ദിനമാണ് ഇന്നത്തെ ഒരു ദിവസം. വാവ്, ഹാവ് എ നൈസ് ഡേ, ഗുഡ് ബൈ. അപ്പോൾ നിങ്ങളെല്ലാവരും ചോദിക്കും ചക്ക കൊണ്ടുവരുന്നത് വലിയ അത്ഭുതമാണ്. അതൊന്നുമല്ല. മിഡിൽ ഈസ്റ്റിൽ ഷാർജയിലേക്ക് ചക്ക കൊണ്ടുവരാൻ പാടില്ല, അത് നിങ്ങൾക്കറിയാം. അപ്പോൾ അത് വളരെ അപൂർവം ചിലപ്പോൾ കിട്ടും. ഞാൻ ദുബൈയിലെല്ലാം വന്നിട്ട് വേണം ഞങ്ങൾക്ക് ഷാർജയിലേക്ക് എത്താൻ. ഇവിടെ അത്രക്കും കർശനമാണ്. കാരണം ഒരു ബാറിന് തന്നെ 60-70 ദിർഹംസ് അതിന് കോസ്റ്റ് വരുന്നുണ്ട്. ഷാർജയിലേക്ക് നോട്ട് അലൗഡാണ് ഇങ്ങനത്തെ ജാക്ക് ഫ്രൂട്ട്സ് ഒക്കെ പറയുന്നത്. അത് നിങ്ങൾക്കറിയട്ടെ. ഇത് ഇവിടെ ഷാർജ എന്ന് പറയുന്നത് അത്രക്കും നീറ്റ് ആൻഡ് ക്ലീനാണ്. ഭരണകർത്താക്കന്മാരുടെ നിയമം അങ്ങനെയാണ്.